ഹായ് ഹലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയതല്ല, പലർക്കും അറിയാം. ഇതാണ് WRGB ലൈറ്റ്സ്. ഇതൊരു 2 അടി ടാങ്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലൈറ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കളറേഷന് വേണ്ടി വേറെ ലൈറ്റ്സ് ഒന്നും കളർ ചേഞ്ചോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് കളറായാലും അത് എടുത്ത് കാണിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല അത്ര വലിയ കോസ്റ്റ്ലി അല്ല. ഇതിൻ്റെ ചെറുതുമുണ്ട് വലുതുമുണ്ട്. അപ്പോൾ ഒരു 600-650 ആ റേഞ്ചിലൊക്കെ വരുന്ന ലൈറ്റാണ് ഇത്. മാത്രമല്ല നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇത് ബ്ലൂ പെറ്റിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ് ടാങ്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. മാത്രമല്ല നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് തന്നെ ഉപയോഗിക്കുള്ളൂ. ഞാനിതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ലൈറ്റ് വരുന്നത്. അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ഹെഡാണ്. ഹെഡ് മാത്രമല്ല, നമുക്കത് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊരു കൈ കൊണ്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഇങ്ങനെ എടുക്കാൻ. ഒന്ന് എടുത്തിട്ട് കാണിച്ചാൽ കണ്ടോ, ഇതുപോലെയാണ് വരിക. ലൈറ്റ് നമുക്ക് ഇത് വളച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡൊക്കെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ടിൽറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഭയങ്കര സോഫ്റ്റാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ലൈറ്റ്. കണ്ടോ, ഇതിന് ഹാൻഡിൽ കണ്ടോ, അത് ഫ്ലെക്സിബിൾ ഹാൻഡിലാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ വെച്ചിട്ട് കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. നമ്മളിങ്ങനെ വളച്ച് വയ്ക്കും. ഇതിനുള്ള ഹുക്ക് ഇതാണ് കേട്ടോ. ഹുക്ക് ഉണ്ടോ, ഇതിൽ 2 ബോൾട്ടൊക്കെ ആയിട്ട് ചില്ലിൻ്റെ മുകളിൽ നമ്മൾ സൈഡിൽ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. കേട്ടോ, വളരെ ഈസിയാണ്. ഇത് ചില്ലിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടാങ്കിലേക്ക് നമുക്ക് വളച്ചോ അതോ ഇങ്ങോട്ട് തിരിച്ചോ അങ്ങനെ വേണേൽ വയ്ക്കാം. കാരണം അതിൻ്റെ ഹാൻഡിൽ ഇതില്ലേ, ഈ ഒരു പോർഷൻ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ തിരിക്കാൻ പറ്റും. കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല പ്ലാസ്റ്റിക് ആണ്. അടിപൊളി സാധനമാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എൻ്റെ അക്വേറിയം ടാങ്കിൽ വരുന്ന വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേട്ടോ, എൻ്റെ അക്വേറിയം ടാങ്ക് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ വീട്ടിലുള്ളതാണ്. ഇപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടുള്ള ഒരു സാധാരണ ഒരു ലൈറ്റാണ് കാണിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡിസ്കസിൻ്റെ ടാങ്കാണ്. വലിയ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഓർഡിനറി ഒരു ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. കാണിച്ചു തരാം. എന്താ ഇതുപോലെയുള്ള ഒരു ലൈറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. കുറച്ച് പഴകിയുണ്ട്. ഈ ലൈറ്റ് വയ്ക്കുമ്പോൾ നമുക്കുള്ള ക്ലാരിറ്റിയും കളറേഷനൊക്കെ ഇത്രയാണ്. കേട്ടോ, അതിനായിട്ട് കൂടുതൽ വലിയ കളറേഷനൊന്നും കിട്ടില്ല. ഇനി നമ്മൾ WRGB ഞാൻ പറഞ്ഞ ലൈറ്റ് വെക്കുകയാണെങ്കിൽ ഇത് ഇത്രയേ നമുക്ക് ഇതായി കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എൻ്റെ മറ്റേ പുതിയ ലൈറ്റ് WRGBയുടെ ലൈറ്റ് വെച്ചതിന് ശേഷം നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതിയ ലൈറ്റ് വെച്ചു. അതായത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞാനിവിടെ സ്വന്തമായിട്ടൊരു ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മളുടെ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ലൈറ്റ്. അപ്പോൾ നമുക്ക് 2 അടിയിലൊക്കെ ഈസി ആയിട്ട് വെക്കാം. ഇനി നമുക്ക് വ്യത്യാസം കാണാം. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ആ ഫിഷിൻ്റെ കളർ ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെല്ലാ കളേഴ്സും അത്രയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പം അടിയിലുള്ള പായൽ വരെ അത്രയും കളറേഷനോട് കൂടിയിട്ടാണ് കാണുന്നത്. കണ്ടോ, അതാണ് ഈ WRGBയുടെ പ്രത്യേകത. നോക്കൂ, ഈ ഫിഷിൻ്റെ ഒക്കെ കളർ എത്ര എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നത് നോക്കൂ. അപ്പോൾ നമ്മൾ ഈ സാധാരണ കളർ വീഡോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഡാർക്ക് കളറായിട്ട് തോന്നും ഫിഷിനൊക്കെ. അതാണ് ഈ ലൈറ്റിൻ്റെ. മാത്രമല്ല ഈ ലൈറ്റ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഞാൻ ഇവിടെ ഈ ചില്ലിലൂടെ പിടിപ്പിച്ചേക്കണല്ലോ. ബാക്ക് സൈഡ് കാണാണ്ടോ. ഉണ്ടോ, ഇതുപോലെയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ എനിക്കിത് വേറെ ഏതെങ്കിലും സൈഡിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ WRGB ലൈറ്റ് 16 വാട്ടും ഇതിൻ്റെ 12 വാട്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, വേണ്ടപ്പെട്ടവർക്ക് കടയിൽ വാങ്ങാവുന്നതാണ്. താങ്ക് യു.